ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. അവൻ നാമം മഹിഴുവേൻ. നമ്മൾ ഇന്ന് ആണ്ടവരുടെ വചനത്തിൽ നിന്നും നമ്മൾ കേൾക്കാൻ ശ്രവിക്കാൻ വേണ്ടി പോവുക, കേൾക്കാൻ വേണ്ടി പോവുക. നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡി താൻ, നമ്മൾ ഫിലിപ്പിയ ലേഖനം 4:4 താൻ നമ്മൾ ഇന്ന് വാസിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഫിലിപ്പിയ ലേഖനം 4:4 നമുക്ക് ആണ്ടവർ നമ്മളോട് പേശുന്നത് നമുക്ക് പാക്കില്ല. അതിന് മുമ്പേ നമ്മൾ 2-3 നമുക്ക് ഒന്ന് പാർത്തിട്ട് 4-ാം വാക്യത്തിൽ നമുക്ക് പോയിടാം. 2-3 നമ്മൾ കർത്താവിൽ ഏകചിന്തയോടിരിക്കും. നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്നാ പറയണം? ആണ്ടവരിൽ നമ്മുടെ കോൺസെൻട്രേഷൻ അവനിൽ മട്ടും വെക്കണം. അല്ലെങ്കിൽ അവൻ്റെ ചിന്തയിൽ അവൻ താൻ നമുക്ക് എല്ലാം എന്ന് വിചാരിച്ച് ഏകചിന്തയോടിരിക്കണം. അതുമാത്രമല്ല, ഇങ്ങനെ രണ്ട് യുവതികളെ പറ്റി, അല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങളെ പറ്റി യുവതിയെയും സുന്ദോക്കെയും പ്രബോധിപ്പിക്കുന്നു. അവരെ പറ്റി എന്നാ ചൊല്ലുന്നത്? സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം. നിങ്ങൾ അവർക്ക് തുണ നിൽക്കണം എന്ന് ഇങ്ങനെ ചൊല്ലുക. എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിക്കുന്നു. ക്ലേമന്തിനോട് അവർ ദൈവത്തിൻ്റെ ദാസന്മാരോട് കൂടെ അവർ വസിച്ച് അവർക്ക് വേണ്ടി അവർക്ക് വേല ചെയ്ത് അവരോടുകൂടെ അതായത് സുവിശേഷത്തിന് വേണ്ടി അവർ പോരാടിക്കൊണ്ടേ ഇരുന്നു. എന്നാൽ 4-ാം വാക്യത്തിൽ നമുക്ക് വാസിക്കണം. 4-ാം വാക്യത്തിൽ ഇங்கே പൗലോസ് എന്നാ சொல்லுது, അല്ലെങ്കിൽ ആണ്ടവർ പൗലോസ് മുഖാന്തരം നമ്മളോട് എന്നാ പേശുന്നത് നമുക്കൊന്ന് பார்க்கலாம். இங்கே கர்த்தாவில் എപ്പോഴും സന്തോഷിപ്പൻ. ഇங்கே പൗലോസ് പിന്നെ சொல்லுക, കർത്താവിൽ സന്തോഷിപ്പൻ. നമ്മൾ സന്തോഷിക്കേണ്ട ആരുടെ മേലിട്ടാണ് സന്തോഷിക്കേണ്ടത്? കർത്താവിൻ്റെ മേൽ. അതായത് നമ്മൾ കർത്താവിൻ്റെ പിള്ളകൾ താൻ. നമ്മൾ നേരത്തെ പഠിച്ചാച്ച് കർത്താവിൻ്റെ പിള്ളകൾ താൻ. നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി നമ്മൾ സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും അവൻ നമ്മുടെ രക്ഷിതാവാണെന്നും അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും അവനിൽ നമ്മൾ നമ്പുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. അതായത് ആണ്ടവർ താൻ നമ്മുടെ ഉടയവൻ, ആണ്ടവർ താൻ നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തു താൻ നമ്മുടെ ഉടയവൻ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമ്മൾ വാസിക്കുന്ന റോമിയോ പുസ്തകത്തിൽ നമ്മൾ വാസിക്കുന്നത് നമ്മൾ വാസിക്കുന്നത് എന്നത് 1-2 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് നമ്മൾ പാപത്തിന് മരിച്ചിരിക്കുന്നു. 2-ാം വാക്യത്തിൽ പാപത്തിന് വേണ്ടി നമ്മൾ മരിച്ചു. അതായത് നമ്മൾ ഒന്നാം വാസിക്കുന്നത് അവിടെ പൗല ആർഗ്യുമെൻറ്റ് பண்ணுவா. என்ன ஆர்குமெண்ட் பண்ணுவா? அங்கே சொல்லு, நமக்கு ന്യായപ്രമാണം വന്നതുകൊണ്ട് താൻ പാവം വളർന്നത്. ന്യായപ്രമാണം വന്നില്ലെങ്കിൽ പാവം നമുക്ക് വളരാതെ. കാരണം നമുക്ക് പാപത്തെ പറ്റി തിരിയാതെ. കാരണം പാപം നമുക്ക് എപ്പം തിരുവൻ നമുക്ക് ന്യായപ്രമാണം വന്നപ്പോൾ താൻ നമുക്ക് പാപം നമുക്ക് പൊടിഞ്ഞത്. ഇതെല്ലാമേ പാവം. അപ്പടി നോക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാം പാവം. അത് പാവം ചെയ്തുകൊണ്ടേ നമ്മളിരിക്കുക. നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ പാവം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ന്യായപ്രമാണം വന്നുകൊണ്ട്, എന്നാൽ ആണ്ടവരിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ ആണ്ടവർ എന്നാ ചെയ്താച്ചാൽ നമ്മുടെ പാപത്തെ കൊന്നാച്ച്. അത് മരിച്ചാച്ച്. പാപം ഇനി ഞങ്ങളിലില്ല. പാപം മരിച്ചാച്ച്. പാപം ഞങ്ങളിൽ മരിച്ചത് കൊണ്ട് ഇനി ഞങ്ങൾ പാപത്തിൽ എപ്പോഴും ജീവിക്കാൻ പറ്റും? അപ്പം ഇനി ഞങ്ങൾ പാപത്തിലല്ല ജീവിക്കുന്നത്. ഇപ്പം ഞങ്ങൾ എപ്പോഴും ജീവിക്കാം? ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തെ കൃപയാൽ താൻ നമ്മൾ വാസം പണിത്. നമ്മൾ ആ വാക്യം നമ്മൾ വാസിക്കുമ്പോൾ നല്ലപോലെ നമുക്ക് പൊടിയും. നമ്മൾ റോമൻസിൻ്റെ എഴുതിയ പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് പൊടിയും. അത് നമ്മൾ ഇനി പാപത്തിലല്ല നമ്മൾ വാസം പണിത്. നമ്മൾ ഏതിൽ താൻ വാസം പണിത്?
നമ്മുടെ പാപം നമ്മളിൽ നിന്ന് പോയി. പാപം കാരണം നമ്മൾ വായിക്കുന്ന നമുക്ക് വ്യവസ്ഥ അല്ലെങ്കിൽ ന്യായപ്രമാണം നമുക്ക് അത് നമ്മളെ പാപത്തിന് അധീനതയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നമ്മളെ മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ പവിത്രരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ താൻ നമ്മുടെ ഞാൻ ചൊല്ലുന്നത് അതായത് നമ്മൾ വാക്യം ഞാൻ ഒന്നും കൂടെ ചൊല്ലിയിട്ട് ആ വാക്യം എന്ന് പറഞ്ഞാൽ 6:14 വാക്യത്തിൽ തന്നെ ഇപ്പോൾ നമ്മളെ ആരാണ് നടത്തുന്നത്? അതായത് ആണ്ടവരുടെ കുട നമ്മുടെ മുകളിൽ വന്നാച്ച്, അനുഗ്രഹത്തിൻ്റെ കുട നമ്മളിൽ വന്നാച്ച്. ഞാൻ ചൊല്ലുന്നത് നമ്മളിപ്പോൾ മഴ വെയ്യുവാന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറ്റും? നമ്മൾ വെളിയിലിറങ്ങിയാൽ നമ്മൾ കംപ്ലീറ്റ് ആയി നനയും, കാരണം എല്ലായിടത്തും മഴ. എന്നാൽ നമ്മൾ കുട പിടിക്കുമ്പോൾ എന്നാ പറ്റും? നമ്മുടെ തലയും നമ്മുടെ ശരീരവും നനയാതെ, കാരണം നനയാൻ പറ്റുമോ? കാരണം നമ്മൾ കുട പിടിച്ചിരിക്കും. നമ്മൾ പക്ഷേ കാല് നനയ്ക്കും. നമ്മൾ നടക്കുന്ന നമ്മൾ ഈ ലോകത്തിൽ നടക്കുമ്പോൾ പാവം നമ്മുടെ ഈ ലോകത്തിൽ ഇരിക്കും. അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമാക്കാൻ പറ്റത്തില്ല. എന്നാൽ പാവം നമ്മളിൽ മരിച്ചത് മുഖാന്തരം നമ്മൾ എന്നാ പറ്റും? ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ താൻ നമ്മൾ വാസം പണണം. അന്നേരം ഇங்கே നമ്മൾ വാസിക്കുന്ന അന്നേരം അപ്പോൾ പാവം നമ്മളിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് സന്തോഷം. നമ്മൾ മേളിൽ നമ്മൾ വാസിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഞാൻ സന്തോഷത്തിൽ, ഈവൻ സഹോദരന്മാരെ, ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങൾ ആണ്ടവർക്ക് ചെയ്യുന്ന വേല മുഖാന്തരം ഞാൻ സന്തോഷത്തിലാണ്. ഇവിടെ അത് തന്നെ കർത്താവിൽ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിൻ, എപ്പോഴുമേ സന്തോഷിപ്പിൻ. അതായത് നിങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ ഇരിക്കും. എന്നാ കാര്യം? ആണ്ടവരായ യേശു ക്രിസ്തുവെ സന്തോഷിപ്പാൻ. എന്തുകൊണ്ട്? നമ്മുടെ പാപം നമ്മളിൽ നിന്ന് മാറ്റി. നമ്മൾ ഈ നരകത്തിലേക്കല്ല പോകുന്നത്, അല്ലെങ്കിൽ എരിയുന്ന ആ തീയിലേക്കല്ല നമ്മൾ പോകുന്നത്, നിത്യാഗ്നിയിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിൻ. നിങ്ങൾ എന്നാ ചെയ്യുക? മറ്റുള്ളവരെയും കൂടെ പാപത്തിൽ നിന്നും വലിച്ചെടുത്ത് നിങ്ങൾ അവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുക. അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നാ പറ്റും? നിങ്ങൾ ആണ്ടവരിൽ സന്തോഷിപ്പിൻ. ഇങ്ങനെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതുപോലെ ഒരു നേരത്തേക്കല്ല, എപ്പോഴും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കണം. ആ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പൗലോസ് പിന്നെയും ഞാൻ നിങ്ങളോട് സന്തോഷിപ്പിൻ. ഇംഗ്ലീഷിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ കർത്താവിൽ എപ്പോഴുമേ സന്തോഷിപ്പീൻ. ഓൾവേസ്. അതിന് ടൈം കിടക്കായിരുന്നു. കർത്താവിൽ എപ്പോഴും സ്നേഹം. ആൻഡ് എഗെയിൻ ഐ സേ റിജോയ്സ്. പിന്നെയും അതായത് പൗലോസിനെ നമുക്ക് അടിക്കടിക്ക് എന്നാ നിങ്ങൾ ആണ്ടവരിൽ സന്തോഷിപ്പീൻ. ആ സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ എപ്പടി സന്തോഷം വരും? നിങ്ങൾ പാപത്തിൽ നിന്നും മരിക്കുമ്പോൾ മറ്റും താൻ നമ്മൾ പാപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എന്നാ പറ്റും? നമുക്ക് സന്തോഷമായി കിടക്കുക. അതുകൊണ്ട് താൻ നമ്മൾ പാപത്തിൻ്റെ മേൽ പാപം ചെയ്യുന്നു. എന്നാൽ ആണ്ടവൻ നമ്മളെ വീണ്ടെടുത്തപ്പോൾ പാപത്തിൻ്റെ മേൽ നിന്ന് പാപം നമ്മളെ അധീനരാക്കാതെ നമ്മൾ പാപത്തിൻ്റെ കുടക്കീഴിലല്ല. നമ്മൾ ആരുടെ കുടക്കീഴില്ല? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കുടക്കീഴിലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കുടക്കീഴിലായിരിക്കുമ്പോൾ പാപം നമ്മളെ ഒന്നും ചെയ്യാൻ முடியாது. അത് മറ്റുമല്ല, കൊടക്കീഴിൽ മറ്റുമല്ല. നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ആണ്ടവരെ സ്വന്തം രക്ഷിതാവായി നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവനെ നമ്പുമ്പോൾ നമ്മൾ എന്നാ പറ്റും? ആണ്ടവർ നമ്മുടെ ഉള്ളത്തിലെ വന്ന് വാസം പണും. അപ്പോൾ ഉള്ളത്തിലെ വാസം പണുമ്പോൾ പിന്നെ ആരാ നമ്മളെ നടത്തുന്നത്? ആത്മാവ് താൻ നമ്മളെ നടത്തുന്നത്. നമ്മൾ അല്ലെങ്കിൽ ഇപ്പടി ഞാൻ ഒരു ഉദാഹരണം ഇപ്പടി ഞാൻ ചൊല്ലിടാം. ഇപ്പം തണ്ണി മറ്റും സാപ്പിടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറ്റും? ഒരു പ്രോബ്ലമേ ഇല്ല. കാരണം നമുക്ക് നല്ല ലൈഫ്. അതേസമയം നമ്മൾ ലിക്വർ കൂടി സാപ്പിടുകയെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആടി നടക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, കാരണം നമ്മളെ ആര് നടത്തുന്നത്? ആ തണ്ണി താൻ. ഏത് തണ്ണി? അത് ചാരായം, അല്ലെങ്കിൽ ആരാക്ക് താൻ നമ്മളെ കൺട്രോൾ പണ്ണുന്നത്.
എന്നാൽ അതേപോലെ തന്നെ നമ്മളെ ആണ്ടവരായ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പവിത്ര ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് ചൊല്ലിയാൽ ആണ്ടവർ ത്രിയേക ദൈവം താൻ, ആണ്ടവർ ത്രിയേക ദൈവം താൻ, അതായത് പിതാവ്, പുത്രനെ, പവിത്രാത്മാവ്, ഇത് മൂന്നും ഒന്ന് താൻ. അതായത് നിങ്ങൾ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് എന്ന് ചൊല്ലിയാൽ ആരുടെ ആത്മാവ് താൻ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് താൻ, പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് താൻ. അന്നേരം ഇപ്പം അതായത് നമ്മൾ ചാരായം അല്ലെങ്കിൽ ആരാക്ക് നമ്മൾ ശാപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം അതിന് അധീനതയിലായിട്ട് നമ്മൾ അപ്പടി കറങ്ങി നടക്കുന്നതിനെ കാട്ടി ഇപ്പോൾ നമ്മൾ ആരാ നമ്മൾ ഉള്ളം വസിക്കുന്നത്? അത് പോയാച്ച്, അതെ, പാപം നമ്മളെ തെറ്റിച്ച് നടത്തുന്ന ആ വഴി നമ്മൾ മുടിഞ്ഞാച്ച്. ഇപ്പം ആര് താൻ നമ്മൾ കൺട്രോൾ പണ്ണുന്നത്? നമ്മളെ കൺട്രോൾ പോകുന്നത് ആണ്ടവരായ യേശുക്രിസ്തു താൻ നമ്മളെ കൺട്രോൾ പണ്ണുന്നത്, അല്ലെങ്കിൽ ആണ്ടവരുടെ വചനം താൻ നമ്മളെ കൺട്രോൾ പണ്ണുന്നത്. അതിന് നമ്മൾ എന്നാ പണ്ണണം? ആണ്ടവരുടെ വചനം നമ്മൾ പഠിക്കണം. ആണ്ടവരുടെ വചനം പഠിക്കാതെ നമുക്ക് ജീവിക്കാൻ മുടിയാതെ. കാരണം നമുക്ക് ആണ്ടവരെ നമുക്ക് തിരിയാതെ. നമുക്ക് ആണ്ടവരെ എപ്പോഴും തിരിയാൻ പറ്റും? നമ്മൾ വാസിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? നമ്മൾ വാസിക്കുന്നത് ആണ്ടവർ താൻ വചനം യഹോവ അവൻ താൻ വചനം. ആ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആണ്ടവർ നമ്മൾ ഇരിക്കുക, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വചനം പഠിക്കുമ്പോൾ അത് നമുക്ക് ആഹാരമായിരുന്ന് നമുക്ക് ബലം തന്നിടും. അത് നമുക്ക് ബലം തന്നിടുമ്പോൾ നമുക്ക് വീക്ക് ഉണ്ടാവാതെ അല്ലെങ്കിൽ ശരീരത്തിന് ബലഹീനത ഉണ്ടാവാതെ നമ്മൾ ആരിൽ നിർഭയമായിട്ട് വസിക്കും? ആണ്ടവർ നിർഭയം വസിക്കും. ഇങ്ങനെ അത് അന്നേരം അപ്പോഴേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ ഉണ്ടായിരിക്കും? നമ്മൾ പാവം ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിടക്കും. ഇങ്ങനെ പൗലോസ് ചൊല്ലുക, നിങ്ങൾ സന്തോഷിപ്പിൻ. അത് അടിക്കടി സന്തോഷിപ്പിൻ എന്ന് ചൊല്ലിയാൽ അതായത് നിങ്ങൾ എപ്പോഴുമേ സന്തോഷിപ്പേൻ. അത് ആദ്യത്തെ ഭാഗത്തിൽ അവൻ സൂചിച്ചേ ഓൾവേസ് റിജോയ്സ് ഓൾവേസ്, നമ്മൾ എപ്പോഴുമേ സന്തോഷിപ്പേൻ, പിന്നെയും സന്തോഷിപ്പേൻ. നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം താൻ, നിങ്ങൾ സന്തോഷം നിങ്ങൾക്ക് വേണം. അത് സന്തോഷം എപ്പടി கிடைക്കും? ആ സന്തോഷം கிடைക്കുന്ന ഒരേ ഒരു വഴി ഒന്നാൻ, അത് ആണ്ടുകളിൽ വിശ്വസിക്കുക. അവൻ്റെ വചനത്തെ നമ്മൾ പഠിച്ച് വാസിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് സന്തോഷം கிடைക്കും. 14-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് നമ്മളതെന്താൻ? നമ്മൾ സന്തോഷിപ്പീൻ. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൽ ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം, ആണ്ടവരുടെ വചനത്തെ നമുക്ക് പഠിക്കാം, ആണ്ടവർ നമ്മളോട് പേശുന്നത് നമുക്ക് കേൾക്കാം, ആണ്ടവർ നമ്മളോട് എന്നാ പേശുന്നത് നമ്മൾ വിചാരിച്ച് അവൻ്റെ ചിത്തത്തിന് വേണ്ടി നമുക്ക് നടക്കാം. അപ്പോൾ നമുക്ക് സന്തോഷം കിടക്കുമ്പോൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ചൊല്ലിയതുപോലെ സന്തോഷിപ്പീൻ ഓൾവേസ്, നിങ്ങൾ എപ്പോഴുമേ സന്തോഷിപ്പീൻ എന്ന് ആണ്ടവർ ചൊല്ലുകയാണ്. ആണ്ടവർ നാമം മേൽപ്പെടുമാറാകട്ടെ. ആണ്ടവർ നിങ്ങൾക്ക് ആശീർവദിക്കട്ടെ. ആണ്ടവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആണ്ടവരുടെ നാമം എപ്പോഴും മേൽപ്പെടുമാറാകട്ടെ. ആമേൻ.